അർജുൻ കാണാതായിട്ട് 40 ദിവസത്തോളമായി. അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നേവി സംഘം ഇന്നലെ സോണാർ പരിശോധന നടത്തി. അർജുൻ്റെ ട്രക്ക് അവിടുന്ന് സ്ഥാനം മാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നലെ നേവി സംഘം പരിശോധന നടത്തിയത്. ആഴത്തിലേക്കിറങ്ങി അർജുനെ തിരയാൻ വേണ്ടി നേവി സംഘത്തെയും കർണാടക സർക്കാർ അനുവദിക്കുന്നില്ല. സ്വന്തം ചെലവിൽ മുങ്ങിയ ഈശ്വർ മൽപയെയും വിലക്കി. എങ്ങനെയെങ്കിലും അർജുനെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ ഈശ്വർ മൽപയെയും തിരച്ചിൽ ആരംഭിക്കാൻ കർണാടക സർക്കാർ അനുവദിക്കുന്നില്ല. ഗോവയിൽ നിന്ന് ട്രഡ്ജർ യന്ത്രം കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്താലേ ഇനി തിരച്ചിൽ ആരംഭിക്കുന്നതിന്. പക്ഷേ അതിന് ചിലവായി വരുന്ന 1 കോടി രൂപ ആര് നൽകും എന്നതാണ് സർക്കാർ ചോദിക്കുന്നത്. കർണാടക ജില്ലാ ഭരണകൂടത്തിന് അതിൽ പരിമിതികളുണ്ടെന്നും കർണാടക സർക്കാരാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതിനൊരു തീരുമാനം ലഭിക്കാനായി അർജുൻ്റെ കുടുംബം നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാണാൻ പോകും. അർജുനെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ അർജുൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം തള്ളിക്കളയാൻ കഴിയില്ല. കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി നിന്നവൻ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല. ഗോവയിൽ നിന്ന് ട്രഡ്ജർ യന്ത്രം കൊണ്ടുവന്നല്ലാതെ ഒരു കാരണവശാലും തിരച്ചിൽ ആരംഭിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർണാടക ജില്ലാ ഭരണകൂടം. ഈ കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് ചിലവാകുന്ന തുക ആര് വഹിക്കും എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിനായി വേണ്ടിയാണ് അർജുൻ്റെ കുടുംബം നാളെ കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. അർജുന് നിരന്തരമായി കേരളത്തിലെ ഓരോ മലയാളിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അർജുനെ തിരിച്ചു ലഭിക്കാനായി. അർജുനെ ജീവനോടെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ അർജുനെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണണം എന്ന് പറഞ്ഞ കൃഷ്ണപ്രിയയ്ക്ക് എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തി നൽകേണ്ടത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ആവശ്യമാണ്. പലയിടങ്ങളിൽ അർജുൻ്റെ ലോറിയുണ്ട് എന്ന സിഗ്നൽ ലഭിച്ചെങ്കിലും അവിടെ അർജുൻ്റെ ലോറി ഉണ്ടോ എന്നതിന് വ്യക്തമായ തെളിവൊന്നും ഇതുവരേക്കും ലഭിച്ചില്ല. അതിനിടയിൽ ഗംഗാവലി പുഴയിലെ അതിശക്തമായ ഒഴുക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കി. അർജുൻ്റെ ലോറിയുടെ ഉടമ മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളെയും തിരച്ചിലിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യമാണ്. അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ലോറി ഉടമ മനാഫിൻ്റെ നേരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ കൊണ്ടുവന്നത് കള്ളത്തടികളാണെന്നും ലോറി ഉടമ മനാഫ് കള്ളത്തടി കടത്ത് കേസിലെ പ്രതിയാണെന്നുമൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ. 40 ദിവസമായിട്ടും അർജുനെ ഇതുവരേക്കും കണ്ടെത്താനായില്ല. ഇനി കണ്ടെത്തിയെങ്കിലും അത് എത്തരത്തിൽ വലിയ ദുഃഖവാർത്തയാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അർജുനെ കണ്ടെത്തണം എന്ന അർജുൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം പരിഹരിക്കണമെങ്കിൽ 1 കോടി രൂപയോളം ചിലവുണ്ട്. ഈ തുകയാണ് ഇപ്പോൾ അർജുനെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സമായി മുന്നിൽ നിൽക്കുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവരാതെയുള്ള തിരച്ചിലിന് യാതൊരു ഫലവും ഉണ്ടാകില്ല എന്നാണ് കർണാടക ജില്ലാ ഭരണകൂടം പറയുന്നത്.